അപ്പോൾ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്തതിന്റെ ശിക്ഷയാണ് ഫെഡറൽ സംവിധാനം എന്ന നിലയ്ക്കുള്ള ചില ചോദ്യങ്ങൾ, ആ ഫെഡറൽ സംവിധാനം തകരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പലകുറി ഉയർന്നിട്ടുണ്ട്. അതിനൊക്കെയും ഉള്ളൊരു മറുപടി എന്ന നിലയ്ക്ക് തന്നെ ആയിരിക്കണം ഇത്തരത്തിലുള്ള ബജറ്റ് അവതരണത്തിൽ ഉണ്ടാകുന്ന പ്രഖ്യാപനങ്ങളും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ശ്രീ എം ജയചന്ദ്രൻ, ഇത്തരത്തിൽ ഭൂരിപക്ഷം ആളുകളും സർക്കാർ സൗജന്യത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. തൊഴിലില്ലായ്മ, ഗ്രാമങ്ങളിലെ വരുമാനക്കുറവ്, പുതിയ തലമുറയിലെ പോഷകാഹാരക്കുറവ് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെയും പ്രതിവിധി കാണേണ്ടതുണ്ട് സർക്കാർ. ഈ ഇടക്കാല ബജറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന സർക്കാരിൻ്റെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി അവതരിപ്പിക്കപ്പെടുന്ന ഈ ബജറ്റിൽ ആ നിലയ്ക്കുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണം. പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ധനക്കമ്മി ഉൾപ്പെടെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. വിലക്കയറ്റം അതിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. വെല്ലുവിളിയല്ലേ ഇത്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നുള്ളത് പലപ്പോഴും BJP പ്രചാരണത്തിന്റെ അടിയിൽപ്പെട്ടു പോവുകയാണ് ഞാൻ കാണുന്ന ഒരു പൊതു യാഥാർത്ഥ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ നേരിട്ട് 3-4 മാസം മുമ്പ് നേരിട്ട് കണ്ട കാര്യങ്ങളും കൂടെയാണ് കേട്ടോ. പട്ടിണിയാണ് അക്ഷരാർത്ഥത്തിൽ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടമാടുന്നത്. പട്ടിണി, പോവർട്ടി എന്നുള്ളതാണ്. അത് വെറുതെ പറയുന്നതല്ല. പിന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ NCRBയുടെ കഴിഞ്ഞ വർഷം 2023 മെയ്യിലെ കണക്ക് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും. ഒന്ന്. രണ്ടാമത് മഹാരാഷ്ട്ര, പിന്നെ UP, ബീഹാർ, ഛത്തീസ്ഗഡ് ഇതൊക്കെ കഴിഞ്ഞാൽ BJPയുടെ സംസ്ഥാന ഭരണങ്ങളിൽ ഗോൾഡൻ റോൾ ആൻഡ് ഗോൾഡൻ റൂൾ എന്ന് BJP അവകാശപ്പെടുന്ന ഗുജറാത്തിൽ ഉൾപ്പെടെ ഈ പട്ടിണി അതിതീവ്രമാണിപ്പോ. ഇതാണ് അഡ്രസ് ചെയ്യാത്ത പ്രശ്നം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ചർച്ചയിൽ പങ്കെടുക്കുന്ന അജിത് തോമസ് പറഞ്ഞ ഓരോരുത്തർക്ക് ഓരോ രാഷ്ട്രീയ പക്ഷപാതത്തിന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്ന NCRBക്ക് രാഷ്ട്രീയ പക്ഷപാതത്തുണ്ടെങ്കിൽ താങ്കൾ അവരോട് പോയി ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയം പറയുന്നതെന്നുള്ളത്. പക്ഷേ NCRBയുടെ കഴിഞ്ഞ വർഷം 2023 മെയ്യിൽ ഇറക്കിയ കണക്കിലാണ് ഗുജറാത്ത് എന്ന സംസ്ഥാനത്തു നിന്ന് മാത്രം, പിന്നെ ഗുജറാത്ത് കേട്ടോ അടിവരയിട്ട് പറയേണ്ടതാണ്, 2016-21 കാലയളവിൽ കാണാതായത് 40,000 സ്ത്രീകളെ, 2016-22 കാലയളവിൽ 40,000 സ്ത്രീകളെ ജീവിക്കാൻ മാർഗമില്ലാതെ ഗതികെട്ട് ആ നാട് വിട്ട് ഓടിപ്പോവുകയാണ്. അപ്പോ മറ്റൊന്നുകൂടുണ്ട്. അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞ ഉടനെ ഭഗവന്ത് സിംഗ് മാൻ, പഞ്ചാബ് മുഖ്യമന്ത്രി, ഒരു അപ്പീൽ തന്നെ പരസ്യമായി നടത്തുകയാണ്. എന്താണ്? പഞ്ചാബിൽ നിന്ന് നിരവധി പേർ, പഞ്ചാബിന്റെ പൊതുസ്ഥിതി അറിയാമല്ലോ, പഞ്ചാബിൽ നിന്ന് നിരവധി പേർ അഭ്യസ്തവിദ്യരായ യുവതി-യുവാക്കൾ രാജ്യം വിട്ട് ഓടിപ്പോവുകയാണ്. അത് കഴിഞ്ഞ് പഞ്ചാബിൽ മാത്രമല്ല, അത് പല സ്ഥലങ്ങളിലും രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് പല ഘട്ടങ്ങളിലായി പല ചർച്ചകളോടെ നടന്നു കഴിഞ്ഞിട്ടുള്ള വിഷയമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ പിന്നെ മറികടക്കുന്നതിന് പകരം അതിനെ കവറപ്പ് ചെയ്യുന്ന, പോളിഷ് ചെയ്യുന്ന തരത്തിലുള്ള വാചാടോപങ്ങളാണ് BJP നേതാക്കൾ നിരന്തരം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പറ്റിയ ഒരു മീഡിയ ഹുക്ക് എന്ന് തന്നെ പറയാം. ഒരു മീഡിയ ഹുക്ക് അവരുടെ കയ്യിലുണ്ട്. ആ മീഡിയ പിന്നെ ഗ്രൂപ്പ് വഴി, ഹൗസസ് വഴി ഇവർക്കൊരു മീഡിയ ഹൈപ്പ് തന്നെ ഇവരുടെ ഭരണത്തിന് അനുകൂലമായി നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഞാനീ പറഞ്ഞ സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന അടിസ്ഥാനപരമായ പട്ടിണി എന്നുള്ള യാഥാർത്ഥ്യം ഇവർക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. എത്രയൊക്കെ രാമക്ഷേത്രം ഇനിയും ഉയർത്തിക്കൊണ്ടുവന്നാലും ശരി, അത് കേന്ദ്രസ്ഥാനത്തേക്ക് വന്നാലും ശരി, അതൊന്നുമല്ല. ജനങ്ങളുടെ ജീവിതം, അവരുടെ അനുഭവം, അതാണ് അവർക്ക് ബാലറ്റ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അവരുടെ ബെല്ലമർത്തുന്നത് അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ മാത്രം മുൻനിർത്തിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളല്ല പ്രശ്നം. അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങൾ ദയവായി കാണാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരിയാണോ BJPയും യൂണിയൻ ഗവൺമെന്റും എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അടക്കമുള്ള ദേശീയ സ്ഥാപനങ്ങൾ നമുക്ക് തരുന്ന ആധികാരികമായ തെളിവ് രേഖകൾ. ഇതാണ് മുമ്പിലുള്ളത്. പിന്നെ മറ്റൊന്ന്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് മറ്റൊരു സുപ്രധാനമായ സംഗതി വന്നത് കേട്ടോ. ഈ നമ്മുടെ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ കണക്ക് തന്നെ എൻ്റെ കയ്യിലുണ്ട്. ക്യാഷ്ലെസ് എക്കോണമിയുടെ, ക്യാഷ്ലെസ് സൊസൈറ്റിയുടെ കണക്കാണത്. RBI ആണ് കോട്ട് ചെയ്യുന്നത് കേട്ടോ. 2014 ഏപ്രിലിൽ 13 ലക്ഷം കോടിയായിരുന്നു ക്യാഷ്ലെസ് സൊസൈറ്റി ആയിട്ട് നിലനിന്നിരുന്നത്. അത് 2016 നവംബറിൽ 17.9 ലക്ഷം കോടി, 13 ലക്ഷം കോടി എന്ന് വളരുകയാണ്. 17.9 ലക്ഷം കോടി. അത് 2018 ജൂണിൽ 19.3 ലക്ഷം കോടി. കഴിഞ്ഞ വർഷം 2023 സെപ്റ്റംബറിലെ കണക്കുറപ്പ് കേൾക്കണം.
34.4 ലക്ഷം കോടിയാണ് ക്യാഷ്ലെസ് സൊസൈറ്റിയിൽ ഇപ്പൊ കറങ്ങി നടക്കുന്ന പണത്തിന്റെ അളവ്. ഞാൻ വെച്ച കണക്കല്ല, ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ കണക്കല്ല, RBIയുടെ കണക്കാണിത്. സംശയമുള്ള അജിത്തോട് സംശയം ഉണ്ടെങ്കിൽ അവർ സൈറ്റിൽ കയറിയാൽ മതി, ഡീറ്റെയിൽസ് അവിടെ കിടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ രാഷ്ട്രീയമാണെന്ന് എത്ര കാലം നിങ്ങൾക്ക് പറയാൻ കഴിയും? ഇന്ത്യക്കാരന്റെ അനുഭവം അതാണ് സർ. ആ ഇന്ത്യക്കാരന്റെ അനുഭവത്തിൽ നിന്നാണ് അവന്റെ വിരലുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തൊടാൻ കഴിയുന്നത്. അതാണ് കാര്യം. അവിടെ കോൺഗ്രസിന് ശേഷിയില്ല, ഇന്ത്യ മുന്നണിക്ക് ശേഷിയില്ല എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷെ ശേഷിയുണ്ടെന്ന് അവകാശപ്പെടുന്നത് നിങ്ങൾക്കോ? നിങ്ങൾ കാണിക്കുന്ന ഇതാണ് ദരിദ്രരെ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചു വിടുന്ന സമീപനം. ഗോൾഡൻ റൂൾ ആൻഡ് ഗോൾഡൻ റൂൾ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഗുജറാത്തിൽ നടക്കുന്നു. കണക്ക് വെച്ചിരിക്കുന്നത് NCRB 2023 മെയ്യിൽ. ഇതടക്കമാണ് ഞാൻ പറയുന്നത്. തർക്കിച്ചോളൂ. ശ്രീമതി ബിന്ദു വയലാർ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് റെയിൽവേ ബജറ്റ് അത് സെപ്പറേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അത് ഇതിലേക്ക് ലയിപ്പിച്ചപ്പോൾ മുതൽ തന്നെയാണ് റെയിൽവേയുടെ അതാണ് പ്രാധാന്യം കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതും. അത് അത്തരത്തിൽ തീരുമാനം വന്നപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നമ്മൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷേ എന്തായാലും സർക്കാരിന്റെ നയമാണ്, അത് ആ നിലയ്ക്ക് തന്നെ പോകുന്നു. കേരളത്തിൽ നിന്നും നിരവധിയായിട്ടുള്ള മെമു ട്രെയിനുകൾ ക്യാൻസൽ ചെയ്തിട്ടുള്ള നടപടികൾ വരെ ഉണ്ടായിട്ടുണ്ട്. യാത്രക്കാർ അനുഭവിക്കുന്ന ദുരന്തം ഓരോ നിമിഷവും നമ്മൾ വാർത്തകളിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ പൊതുസമൂഹം കാണുന്നതുമാണ്. അപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. ഇവിടെ